വളരെ വ്യത്യസ്തമായൊരു വാർത്ത ഇന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് വരികയാണ്. കഴിഞ്ഞ ശനിയാഴ്ച അവിടെ തൃത്താലയിൽ ഒരു ദേശോത്സവം നടന്നു. ആ ഉത്സവത്തിൻ്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിൽ ഹമാസ് നേതാക്കളുടെ ചിത്രമൊക്കെയാണ് അവിടെ ഈ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി ആനപ്പുറത്ത് വെച്ച് പ്രദർശിപ്പിച്ചത്. അതോടൊപ്പം ഹെസ്ബുള്ളയുടെ നേതാവിൻ്റെ ചിത്രവും ഈ ആന എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. കേരളത്തിൽ ഇത്തരം നേതാക്കൾ ആരാധ്യ പുരുഷന്മാരായി മാറുന്നു എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹമാസിൻ്റെയും ഹെസ്ബുള്ളയുടെയും ഒക്കെ നേതാക്കൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര ആരാധന അർഹിക്കുന്നു എന്ന കാര്യവും പൊതുവേദി പ്രേക്ഷകരോട് ആരായുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, ശ്രീ ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, കേൾക്കാമോ? കേൾക്കാം സർ. യെസ്, ഞാൻ ചോദിച്ചത് ഈ ഇസ്മായിൽ ഹനിയ, യാഹിയ സിൻവാർ, അതുപോലെ ഹെസ്ബുള്ള നേതാവായ ഹസൻ നസറുള്ള ഇവരുടെയൊക്കെ ചിത്രങ്ങളുമായി ആന എഴുന്നള്ളത്ത് നടത്തുന്ന ഒരു രീതിയിലേക്ക് കേരളം മാറാനുള്ളൊരു കാരണം എന്തായിരിക്കും? നമസ്കാരം. നമസ്കാരം. ന്യൂസ് 18 ചാനൽ സംഗീത ചാനലായി പോവേ, വളരെ ശ്രദ്ധിക്കണം. അല്ല, അങ്ങനെ കാര്യങ്ങൾ പറയുന്നതിൽ ഞങ്ങൾ ആരെയും പേടിക്കേണ്ടതില്ല. ഇനിയിപ്പോൾ നമ്മളെ സംഗീ എന്ന് വിളിച്ചാലും കൊങ്ങി എന്ന് വിളിച്ചാലും കമ്മി എന്ന് വിളിച്ചാലും നമ്മളതിൽ ഒട്ടും ഭയമില്ല. വാർത്തകൾ പറയുക എന്ന് തന്നെയാണ്. അല്ല സാർ, ഇതിന്റെ മാതൃക കാണിച്ചത് കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെയല്ലേ? അവരുടെ ജില്ലാ സമ്മേളനം മലപ്പുറത്തൊക്കെ ആരുടെയൊക്കെ ഫോട്ടോ വെച്ച് വാര്യംകുന്നത്ത്, ആരാ വാര്യംകുന്നത്ത്, ഇതൊക്കെ എന്തോ അത് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ ഇതും സംഭവിക്കും, ഇതിലേറെയും സംഭവിക്കും സാർ. കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബാണെന്ന് സംഘപരിവാർ പ്രസ്ഥാനം 35 വർഷങ്ങൾക്ക്, എന്റെ ഓർമ്മയിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നത്. കാശ്മീരല്ല തീവ്രവാദം ഉള്ളത്, കേരളത്തിലാണ്. ഇതിന്റെ എല്ലാ പ്രവർത്തനവും, ഇതിന്റെ ഭരണതലത്തിൽ ഇടപെടുവാൻ സ്വാധീനമുള്ള സ്റ്റേറ്റ് കേരളം, ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് കേരളമാണ്. അത്ര കണ്ട് നമ്മൾ കേരളത്തെ ഒരു തീവ്രവാദി സംസ്ഥാനം എന്നൊക്കെ വിളിക്കേണ്ടതുണ്ട്. തീവ്രവാദി സംസ്ഥാനം കുറച്ചുപേരൊക്കെ പോയി സിറിയയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ചില ആളുകൾ നമ്മുടെ തടിയന്റെ വീട് നസീറും ഒക്കെ തീവ്രവാദ പ്രവർത്തനത്തിലേർപ്പെട്ടു, അവരെ പിടിക്കുകയും ചെയ്തു. ആകപ്പാടെയല്ല പറഞ്ഞത്. അതിനുള്ള ഭരണതലത്തിൽ ഇടപഴകുവാനുള്ള സ്വാധീനവും കൂടുതലുള്ള സംസ്ഥാനം അത് കേരളമാണ്, ഇന്ത്യയിലെ. അപ്പൊ അതുകൊണ്ട് ഇതിലും അപ്പുറം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതമുള്ളൂ. പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില ഛേദോവിഹാരങ്ങളും ചില മുന്നണി സംവിധാനങ്ങളിലും ഈ പ്രാവശ്യം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നമ്മളെ നേർക്കാഴ്ച നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കണ്ടതാണ്. അല്ല, അത് ടൗണിലല്ലേ, ഇത് തൃത്താല വേറെ മണ്ഡലമാണ്. അത് ഏതാണ്ട് നമ്മുടെ തൃശ്ശൂരിനും മലപ്പുറത്തിനും ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു പാലക്കാട് ജില്ലയല്ലേ സാർ? ജില്ലയല്ലേ സാർ? ജില്ല. അപ്പൊ അതുകൊണ്ട് ഇതിലും കൂടുതൽ ചർച്ച ചെയ്യാൻ താങ്കൾക്ക് എന്നും ഇതിനെപ്പറ്റി അവസരം ഉണ്ടാവാൻ പോവുകയാണ്. അത് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അത് ഒരു അപകടവുമായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ തൃത്താല ദേശോത്സവത്തിലാണ് ഈ ഹമാസ് അതുപോലെ ഹെസ്ബുള്ള നേതാക്കളുടെ ചിത്രം ഉപയോഗിച്ചത്. ഇസ്രായേലിനെതിരെ പോരാടുന്ന പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യവുമായാണ് ഈ ചിത്രങ്ങൾ പ്ലാക്കാർഡുകളാക്കിയത് എന്നാണ് അവരുടെ ന്യായമായി വന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേതാക്കളുടെ ചിത്രം ഉപയോഗിച്ചുള്ള പോസ്റ്റുകൾ നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ മുകളിലാണ് ഉയർത്തിപ്പിടിച്ചിരുന്നത്. തറവാടി തെക്കുംഭാഗം, അതുപോലെ മിന്നൽപ്പട തെക്കുംഭാഗം എന്നീ വിഭാഗങ്ങളാണ് ചിത്രങ്ങൾ ഉപയോഗിച്ചത്. ആഘോഷങ്ങളുടെ വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ്. ജയകുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ജയകുമാർ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. യെസ്, ജയകുമാർ കൃത്യസമയത്ത് പൊതുവേദിക്കൊപ്പം ചേർന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ആരവങ്ങൾ ഉയർത്തിയാണ് ഈ തൃത്താല ദേശീയോത്സവം ആഘോഷിച്ചത്. അപ്പോൾ 22 ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന ഈ ദേശോത്സവത്തിൽ കേന്ദ്ര ആഘോഷ കമ്മിറ്റി അതിനെ ഏകോപിപ്പിക്കുന്നു. അത് വലിയ ഒരു ഗജസംഗമമൊക്കെ അതിൻ്റെ ഭാഗമായി നടന്നു. പ്രേക്ഷകർക്ക് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഗജസംഗമം നടന്നു, അതുപോലെ ഘോഷയാത്രകൾ നടന്നു. ഈ ഘോഷയാത്രകളിലാണ് ഇത്തരത്തിൽ ഒരു എഴുന്നള്ളിപ്പും ആന എഴുന്നള്ളിപ്പും ഒക്കെ ഉണ്ടായത്. അതിലാണ് ഈ ഹമാസ് നേതാക്കളുടെ ചിത്രം ഉപയോഗിക്കുന്നത്. ശരത്ത് ബാലരാമപുരത്തു നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത്, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ട്. യെസ്,
ശ്രീ ശരത്തിന് എന്ത് തോന്നുന്നു ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഈ ഹമാസ് നേതാക്കളെയും ഹെസ്ബുള്ള നേതാക്കളെയും ഒക്കെ ആനപ്പുറത്ത് കൊണ്ടുവച്ച് ആരാധിക്കാൻ തക്ക അവർക്ക് എന്ത് സ്വാധീനം കേരളത്തിൽ ഉണ്ടാകാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് താങ്കൾക്ക് തോന്നുന്നു? അത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ഈ വിദേശത്ത് യുദ്ധങ്ങൾ നടക്കുന്നത് അതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇതാണോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം വിദേശത്ത് യുദ്ധങ്ങൾ നടക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ പ്രതീകമായിട്ടുള്ള ഒരു നിഷേധ പ്രകടനമാണോ എന്നും ചിന്തിക്കുന്നുണ്ട് ഇതിനകത്ത്. അത് ശരി, യെസ്. ഏതായാലും വ്യക്തമാണ്. ഏതായാലും യുദ്ധങ്ങൾ ആരെങ്കിലും ആക്രമിക്കപ്പെടുന്നതിനെതിരെയുള്ള ഒരു ശബ്ദമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഇപ്പോൾ യുക്രൈനെതിരെ റഷ്യ വലിയ ആക്രമണം അവിടെ നടത്തുന്നു. പക്ഷേ യുക്രൈൻ്റെ യുദ്ധപോരാളികളായ ക്യാപ്റ്റൻ ദിമിത്രോവിനെ ആരും ഇങ്ങനെ ആനപ്പുറത്ത് വെച്ച് കൊണ്ടുപോകുന്നില്ല എന്നത് അവിടെ ഒരു വലിയ ചോദ്യമായി ഉയരുന്നു. ഗോളാന്തരം എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഗോളാന്തരം നമ്മുടെ രമേഷ് കുമാർ. രമേഷ്, താങ്കൾ അവിടുത്തെ ഒരു പൊതുകാര്യ പ്രസക്തനാണ് എന്നൊക്കെ എന്നോട് നേരത്തെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായും താങ്കളുടെ നാട് ഷൊർണൂരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഒരുപക്ഷെ താങ്കൾക്ക് എന്നേക്കാൾ നന്നായി അറിയാമായിരിക്കാം. ഏതായാലും ഇന്നത്തെ പൊതുവേദിയിൽ അവിടെ നിന്ന് പങ്കെടുക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. KSM പറയുന്നത് ആന ഇടഞ്ഞില്ലല്ലോ എന്നാണ്. ആന ഇടഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. നമ്മൾ ആന ഇടയുന്നതിനെ കുറിച്ച് ആഗ്രഹിക്കരുത്. കാരണം ആന ഇടഞ്ഞപ്പോൾ ഉണ്ടായ ആപത്ത് നാട് കണ്ടിട്ടുള്ളതാണ്. പ്രകാശൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ചേർത്തലയിൽ നിന്നാണ്. ശ്രീ പ്രകാശൻ, കേൾക്കാമോ? കേൾക്കാം. ശ്രീ പ്രകാശന് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു നാട് അതിന്റെ ദേശോത്സവം സംഘടിപ്പിക്കുന്നു. അവിടെ ഈ ഹലോ, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇത് സർക്കാർ പരിപാടി ഇതിലും ഗംഭീരമായിട്ട് കോഴിക്കോട്ട് ഹമാസുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയതാണ്. അല്ല, അത് പാലസ്തീൻ ഐക്യദാർഢ്യം. പാലസ്തീൻ ഹമാസുകൾക്കല്ലേ അന്ന് ഐക്യദാർഢ്യം. അത് തിരുവനന്തപുരത്ത് നടത്താതെ കോഴിക്കോട്ട് കൊണ്ടുവച്ച് നടത്തിയ എന്തിനാണ്? സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച്. അല്ല, അത് നമ്മുടെ സർക്കാർ നിലപാട്. അത് തന്നെ ഇതിപ്പോ സർക്കാരിന്റെ ഒത്താശയോട് കൂടി നടത്തുന്ന പരിപാടികളാണ് ഇതല്ല. ഈ കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യം നടക്കുകയുള്ളൂ. നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു നിലപാടുണ്ട്. അതായത് കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ. ഈ ഇടതുപക്ഷക്കാർ ഭരിക്കുന്നിടത്ത് മാത്രമേ ഈ തീവ്രവാദ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിൽ തർക്കമില്ല. പാലസ്തീൻ യുദ്ധം ഹമാസുകൾക്ക് വേണ്ടി ഐക്യദാർഢ്യം കോഴിക്കോട് പ്രഖ്യാപിച്ചത് ആരാണ്? നടത്തിയതാരാണ്? നമ്മുടെ അല്ലെന്നേ. അത് പ്രകാശ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. നമ്മുടെ ഈ പ്രശ്നമുണ്ടായപ്പോൾ നമ്മുടെ കേന്ദ്ര മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ത്യസ് പോളിസി ടുവേർഡ്സ് പാലസ്തീൻ ഹാവ് ബീൻ ലോങ് സ്റ്റാൻഡിങ്. ഇന്ത്യയുടെ പാലസ്തീനോടുള്ള നിലപാട് ദീർഘകാലമായി ഉള്ളതാണ്. അവിടെ രണ്ട് രാഷ്ട്രങ്ങളും ഒന്നിച്ച് നീങ്ങുന്ന ഒരു സ്വതന്ത്ര പാലസ്തീൻ ഉണ്ടാകുക എന്നത് അതിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നയമാണ്. കോഴിക്കോട് വെച്ച് അത് നടന്നുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം കോഴിക്കോട് വെച്ച് നടക്കാനുള്ള കാരണം എന്താണ്? അല്ല, കോഴിക്കോട് വെച്ച് നടന്നു. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം കോഴിക്കോട് വെച്ച് നടക്കാനുള്ള കാര്യം എന്താണ്? അത് ഇവിടെ പാലസ്തീൻ അനുകൂല നിലപാടുള്ള ആളുകൾ കൂടുതലുള്ളത് കൊണ്ടായിരിക്കണം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ നടത്തിയവര് ഈ ആനപ്പുറത്തൊക്കെ നടക്കുന്ന വിരോധമില്ല. സർക്കാർ പരിപാടിയാണ്. സർക്കാർ ഒത്താശയോട് കൂടിയാണ് ഇത് നടക്കുന്നത്. യെസ്, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന് ചേരുന്നു. ശിവദാസനുമായി സംസാരിച്ചിട്ട് കുറേ ദിവസമായി. ശിവദാസൻ നമ്മുടെ പൊതുവേദിയെ മറന്നതാണോ അതോ വിളിക്കാൻ വിട്ടുപോയതാണോ? ഇല്ല സാറേ, നമസ്കാരം സാറേ. നമസ്കാരം. സാറൊന്ന് ഉടക്കിട്ട് പോയിട്ട് ഉടക്കൊക്കെ നമ്മൾ ശിവദാസ, നമ്മൾ ഉടക്കുന്നത് ആശയപരമായ ചില സംവാദങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ ഈ ചില ആളുകൾ ഇപ്പോൾ ഞാനിപ്പോൾ അത് പറഞ്ഞപ്പോൾ ഓർത്ത് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നൊരു സെയ്ദ് എപ്പോഴും നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു തർക്കം ഉണ്ടായതിനു ശേഷം അദ്ദേഹം തിരിച്ചു വിളിച്ചിരുന്നു. അപ്പോൾ സെയ്ദിനോട് എനിക്ക് പറയാനുള്ളത് ശിവദാസനോട് പറഞ്ഞ കാര്യം തന്നെയാണ്. തർക്കമൊക്കെ ആശയപരമായ ഒരു തർക്കമാണ്. നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുന്ന പല ആളുകളും പറയാറുണ്ട്, വൈകുന്നേരം വീട്ടിലിരുന്ന് കുടുംബാംഗങ്ങൾ ചർച്ച ചെയ്യുന്ന പോലെയാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാം, അത് ആശയമാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് ശിവദാസനോട് വ്യക്തിപരമായി സ്നേഹം മാത്രമേ ഉള്ളൂ, ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഓക്കെ സാറിന് സാറിന്റെ ഏറ്റവും കൂടുതൽ കൂടപ്പുറത്ത അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ സാറേ, എനിക്ക് പറയാനുള്ളത്, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാല് അവര് സദ്ദാം ഹുസൈന്റെ ഫോട്ടോ വെച്ചു. അവര് ഏതെങ്കിലും രാജ്യത്ത് സഹതാപം
കാണുമ്പോൾ അത് വെച്ച് വോട്ട് പിടിക്കാതെ ചാൻസ് നോക്കി നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അല്ല, അതിന് CPM അല്ലല്ലോ, ഇത് അവിടുത്തെ നാട്ടുകാരായ ചില ആളുകൾ ചെയ്യുന്ന നാട്ടുകാരാണെങ്കിൽ സാർ നമുക്ക് സാമാന്യ ബുദ്ധിമുട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, അവർ വെക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഉള്ള കേരളത്തില് ഇനിയെങ്കിലും വെക്കുന്ന നമുക്ക് തന്നെ ഒരു ഇത് മാറില്ല സാർ, ഇങ്ങനെ വെക്കാൻ പാടുള്ള ചിന്ത നമുക്ക് വേണ്ടേ? ഇത് ഗവൺമെന്റ് നിശ്ചയിക്കേണ്ട കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണസമിതി അല്ലെങ്കിൽ ഉത്സവ കമ്മിറ്റി ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ? അപ്പൊ ഇതൊന്നും ഒരു കാര്യമില്ല, ഇങ്ങനെയൊക്കെ പോവുള്ളൂ. പിന്നെ സാർ ഇത്രയും ഈ ചർച്ച എടുത്തോണ്ട് ഞാൻ വിളിച്ചെന്നുള്ളൂ, സാറിനെ കൂടെ ദിവസം കാണാം, സാർ സംസാരിക്കാൻ വിളിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതൊന്നും വലിയ ചർച്ചയൊക്കെ എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതങ്ങനെയാണ്. തമിഴ്നാട്ടിലൊക്കെ സിനിമടന്മാരെ ഫോട്ടോ കൂടി അവിടെയുള്ള ഒരു യാതൊരു മരിച്ച ആ ഫോട്ടോ എടുത്ത് വയ്ക്കും. അതേപോലെ കേരള വിദ്യാഭ്യാസം കൂടിയും വിവരങ്ങളും കുറഞ്ഞു. എല്ലാത്തിനും അടിമല അമ്മയെ അറിയില്ല, അച്ഛനെ അറിയില്ല, സഹോദരങ്ങൾ അറിയില്ല, നാട്ടറിയില്ല, പാർട്ടിക്കാർ അറിയില്ല. CPM-ന്റെ പാർട്ടിക്കാർ പ്രവർത്തകരുടെ ഫോട്ടോകൾ എവിടെ? കുറ്റം പറയണോ? ഇത് ആ നാട്ടുകാർ ചെയ്തൊരു കാര്യമല്ലേ? രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പം രാഷ്ട്രീയം പറയില്ല, എന്തെങ്കിലും ഫോട്ടോ വെച്ച് കാണിച്ച് അകതാൻ പിടിച്ചെന്ന് കുറച്ച് ഒന്നും കാണണം, ഇത്രയേ ഉള്ളൊരു രീതി. വ്യക്തമാണ്. ഏതായാലും കുറെ ദിവസങ്ങൾക്ക് ശേഷം ശ്രീ ശിവദാസനുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മറ്റൊരു നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ രാജൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു, പക്ഷേ കുറെ ദിവസങ്ങളായി എന്നെ മറന്നിരിക്കുകയായിരുന്നു, പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടില്ല അല്ലേ? ഞാന് പിന്നെ മനുവിനെ മറന്നൊന്നുമല്ല, കാരണം ഞാൻ ഇടയ്ക്ക് ഡൽഹിക്ക് പോയിരുന്നു. പിന്നെ അങ്ങനെ ഡൽഹിക്ക് പോയെന്ന് വെച്ചാൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണോ അതോ വെറുതെ കറങ്ങാൻ പോയതാണോ? വ്യക്തിപരമായ ആവശ്യവും പിന്നെ ഇച്ചിരി പെൻഷന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നേരെയാക്കാൻ വേണ്ടി പോയതാ അവിടെ. മൊത്തം ഡൽഹിയൊക്കെ ഒന്ന് കറങ്ങി, താജ്മഹൽ അങ്ങോട്ടൊക്കെ പോയോ, ആഗ്രയിലേക്ക് പോയോ അതോ ഡൽഹി മാത്രമേ? അതൊക്കെ ഞാൻ പണ്ടേ കണ്ടിട്ടുള്ളത്, അത് പോട്ടെ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇതിപ്പം 2-3 പേരെ മാത്രമേ അവർ വെച്ചുള്ളൂ. ഒസാമ ബിൻ ലാഡനെയും പിന്നെ അമൽ കസബിനെയും ഒക്കെ വെക്കണമായിരുന്നു. കാരണം വെച്ചാൽ അവർ നമ്മുടെ ഇവിടെ നമ്മള് പത്മഭൂഷണമൊക്കെ കിട്ടുന്ന പോലെ ഈ 72 ഊറുകളെ കിട്ടിയ ആൾക്കാരാണ്. ഞാൻ വല്ലതും ഉണ്ടായിരുന്നു അവിടെ ഒരു മാലയൊക്കെ അവർ കിട്ടേനെ, അതുകൂടെ കണക്കിലെടുത്ത് വേണം. അവർ ഭയങ്കര വീരശൂര പരാക്രമികളാണ് ഇവരൊക്കെ. നമുക്ക് അവരെ ആദരിക്കണം, അതൊന്നും തെറ്റൊന്നുമില്ല. ഞാൻ ഇപ്പം ഗാസയിലെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ ഈ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാന്ന്, പലർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഇവരൊക്കെ ആരാന്ന്. ഭയങ്കര തറവാടികളാണ്, കണ്ടില്ലേ എഴുതിയേക്കുന്നത്. ഓക്കെ സാറേ, ഓക്കെ. ഏതായാലും കുറെ നാളുകൾക്ക് ശേഷം ശ്രീ രാജനുമായി ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരു സന്തോഷം. അദ്ദേഹം ഡൽഹി യാത്രയൊക്കെ കഴിഞ്ഞാണ് എന്ന് പൊതുവേദിയിലേക്ക് ചേർന്നിട്ടുള്ളത്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം വിജയൻ. ശ്രീ വിജയന് എന്ത് തോന്നുന്നു ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ? നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രിയപ്പെട്ടവരായി യാഹിയ സിൻവാറും ഇസ്മയിൽ ഹനിയയും അതുപോലെ ഹസൻ നസ്രുള്ളയും ഒക്കെ മാറുന്നത് എന്ത് കൊണ്ടായിരിക്കണം? ഇത് കേരളത്തിൽ സാറേ ഇത് ഒരു വലിയ അതിശയോക്തിയൊന്നുമല്ല. ഇത് 2 കൂട്ടര് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2 കൂട്ടരും അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശശി തരൂര് ഒരു എതിരഭിപ്രായം പറഞ്ഞപ്പോ തന്നെ പുള്ളിയുടെ സ്ഥാനം ഏത് ഭാഗത്തായെന്ന് കണ്ടോ സാറ്? ഏത് ഭാഗത്തായെന്ന് കണ്ട? അത് തന്നെ ഈ പറയുന്ന വിഷയം അത് തന്നെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീമതി ജയ നമുക്കൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീമതി ജയ, ഇന്ന് കൊല്ലംകാർ ധാരാളം പൊതുവേദിയിലേക്ക് വിളിക്കുന്നുണ്ട്. സ്വാഭാവികമായി നമുക്ക് കൊല്ലത്ത് നിന്ന് ധാരാളം പ്രേക്ഷകരുണ്ട്. ശ്രീമതി ജയയും കൊല്ലത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്, പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ശ്രീമതി ജയ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ മനുവാണ്. മനു നമസ്കാരം. നമസ്കാരം. മനു, നമ്മുടെ ആഭ്യന്തരം കുഴപ്പത്തിലോട്ട് പോവേ, അതാണ് ഇങ്ങനൊക്കെ കാണിക്കുന്നത്. ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തരവും നല്ല സ്ട്രോങ് ആയിട്ട് കേരളത്തിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. അത് ആനയുടെ പുറത്ത് ഈ തോന്നിയാസങ്ങളൊക്കെ കാണിക്കുമ്പോ അതെല്ലാം കൂടെ ഓടിയാലോ? ചുമന്ന ഡ്രസ്സും ഒക്കെ ഇട്ട് ഇതൊക്കെ ആരനുവദിക്കുന്നത്? മറ്റു സ്റ്റേറ്റുകളിൽ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകത കേരളത്തിനെന്താ? അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരും നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പ് ഒന്നും ശരിയായിട്ടല്ല മനു പോകുന്നത്. അതുകൊണ്ടാണ് ഇത് തറവാടീസ് തെക്കുംഭാഗം അങ്ങനൊക്കെ എഴുതി വെച്ച് ഈ ആൾക്കാരുടെ, എനിക്കറിയത്തില്ല ആ ആൾക്കാരെ ഒന്നും, അവരുടെയൊക്കെ ഫോട്ടോയും മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആളുകള് ഇസ്മയിൽ ഹനിയയുടെ ആഭ്യന്തരം ഭരിക്കുന്നത് മുഖ്യമന്ത്രി എന്നൊരു വ്യക്തിയല്ല ഞാൻ ഉദ്ദേശിച്ചത്.
ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരം ഭരിക്കുന്നത് ആരാ? അപ്പൊ അദ്ദേഹം അതിനുള്ളൊരു കൺട്രോൾ ഉണ്ടാക്കണം. ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്ത ആൾക്കാര്. എന്റെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്നറിയാം? എന്റെ അമ്മ മരിച്ചുപോയി. അമ്മ MA മലയാളമായിരുന്നു. അന്ന് മുതല് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആൾക്കാരാണ് നമ്മള്. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന്റെ പിടിപ്പുകേട് ആർക്കാ? നമ്മുടെ മന്ത്രിക്കാണ്, നമ്മുടെ ആഭ്യന്തര മന്ത്രിക്ക്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല. ഒന്നാമത് ഇപ്പൊ ആനയുടെ പ്രശ്നം നടക്കുന്നു. അപ്പൊ ഇങ്ങനെ പടവും ഒക്കെ വെച്ച് ആനയുടെ പുറത്ത് കയറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതില്ല, അത് ഉണ്ടാവരുത് എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് അഭിപ്രായം. റഫീഖ് എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ എന്നോട് പറയുന്നത് ഹമാസ് എന്നത് സയനിസ്റ്റ് ലിക്വിഡ് പാർട്ടിയുടെ സൃഷ്ടിയാണെന്നും അവർ തന്നെയാണ് അതിനെ വളർത്തിയതെന്നും ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന പത്രം വരെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ശരത് ചന്ദ്രൻ പറയുന്നത് എന്ത് പാലസ്തീൻ, അങ്ങനെ ഒരു രാജ്യമേ ഇല്ല എന്നാണ് പറയുന്നത്. സെബാസ്റ്റ്യൻ ചിറമേൽ പറയുന്നത് CIT-കാരനത് കൊന്നത് മാപ്രകൾ അറിഞ്ഞില്ലേ എന്നാണ്. ആ വാർത്ത നമ്മൾ വളരെ കൃത്യമായി കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് അതിൽ അത് രാഷ്ട്രീയ ആക്രമണമല്ല എന്ന തരത്തിൽ പോലീസ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CIT-കാരനെ കൊലപ്പെടുത്തി എന്ന വാർത്ത പക്ഷേ വളരെ പ്രാധാന്യത്തോട് തന്നെ സെബാസ്റ്റ്യൻ ചെറമയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് CIT-കാരനെന്നോ INDC-കാരനെന്നോ ATC-കാരനൊന്നും ഇല്ല. മനുഷ്യനെ കൊല്ലുന്നതിനോട് നമ്മളെതിരാണ്. അതാണ് എൻ്റെ എല്ലാ കാലത്തെയും നിലപാട്. മനുഷ്യരെ കൊല്ലുക എന്നത് ശരിയായ ഒരു നിലപാടല്ല. അദ്ദേഹം CIT-കാരനായാലും ATC-കാരനായാലും ഇനി ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത ആളായാലും അത് ശരിയല്ല എന്നുള്ള നിലപാടാണ്. CPM-കാരത് RSS-കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇന്ന് സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി കൊന്നവരെല്ലാം CPM-കാരാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പോലീസിൻ്റെ ഒരു വിവരണമാണ് പ്രധാനമായും നമ്മൾ ആശ്രയിക്കുന്നത്. കൃഷ്ണദാസ് പറയുന്ന രൂപമില്ലാത്ത ദൈവത്തിനെ ആരാധിക്കുന്നവർക്ക് ആനയെ എഴുന്നള്ളിക്കുമ്പോൾ ഭീകരരുടെ പടം വയ്ക്കുകയല്ലേ പറ്റൂ എന്നാണ്. അങ്ങനെയില്ല. രൂപം ഓരോരുത്തരുടെ സൃഷ്ടി സങ്കല്പമാണ് ദൈവം. പ്രാർത്ഥിക്കുന്നവൻ്റെ അനുഭവമാണ് ദൈവം. അവർക്കിഷ്ടം പോലെ അവർക്ക് ചെയ്യാം. ഭീകരതയുടെ മുഖം വേറെ, ദൈവം വേറെ. നസ്രീന പറയുന്നത് ഇത് പാർട്ടി വോട്ട് പിടിക്കാനുള്ള ഇടപാടാണെന്ന് പറയുന്നു. ജയകുമാർ പറയുന്നത് കുടുംബക്കാർ വിരുന്നിന് വന്നതുപോലെയാണ് പൊതുവേദി കാണുന്നത് എന്ന് പറയുന്നു. യെസ് ജയകുമാർ, വളരെയധികം സന്തോഷം. നമ്മൾ കുടുംബക്കാർ ഒരുമിച്ചിരിക്കുന്ന ഒരു സായാഹ്നം തന്നെയാണ് ഓരോ പൊതുവേദിയും, അതിൽ സംശയമില്ല. സത്യൻ MK പറയുന്നത് ഒരു കാടാകുമ്പോൾ പലതരം മൃഗങ്ങൾ കാണും. ഇപ്പോൾ അവർ നാടിറങ്ങുന്നത് കാരണം അവരുടെ നേതാക്കളാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുന്നു. ഗോളാന്തരം രാജൻ, നമ്മുടെ രാജൻ കൊല്ലത്തിന് വലിയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹം സൂപ്പറാണ് എന്ന് പറയുന്നു. സുജിത് SR കൊള്ളാം എന്ന് പറയുന്നു. ജിജുമോൻ സ്വാഭാവികം എന്ന് പറയുന്നു. ഹമാസ് നേതാക്കൾ ആരും ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നിട്ടില്ല. അതിന് കാരണമാണ് അവരെ ആരാധിക്കുന്നത് എന്ന് KSM വളരെ സർക്കാസ്റ്റിക്കായി പറയുന്നു. MR ലെജൻഡ് പറയുന്നത് ഇത് കളിയല്ലേ ഇതിൽ കേരളം നടത്തുന്നത് എന്ന് പറയുന്നു. നാളെ കേരളത്തിൽ ആളുകളെയും അവർ കൊല്ലും എന്ന് രാജേഷ് പറയുന്നു. ആനകളുടെ മുകളിൽ വാഴ വെച്ചതുകൊണ്ട് മുകളിലെ ആക്രമണം താഴെയും ആക്രമണം എന്ന്, ആനകളുടെ മുകളിൽ വെച്ചതുകൊണ്ട് മുകളിലും ആക്രമണം താഴെയും ആക്രമണം എന്നാണ് പറയുന്നത്. പാലസ്തീനെ നിഹാൽ സപ്പോർട്ട് ചെയ്യുന്നു. സാം ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. സാറാസ് പാലസ്തീൻ മനുഷ്യരല്ലേ എന്ന് ചോദിക്കുന്നു. പാലസ്തീനികളോടൊന്നും ആർക്കും ഒരു വിയോജിപ്പുമില്ല. ഇന്ത്യക്ക് പാലസ്തീനോട് വളരെ കൃത്യമായ ഒരു നയമുണ്ട്. പക്ഷേ ഹമാസിനോട് അങ്ങനെ ഒരു നയമുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. കാരണം അന്നത്തെ വാർത്താക്കുറിപ്പിൽ ഒക്ടോബർ 7 നടന്നത് ഒരു തീവ്രവാദ ആക്രമണമാണ് എന്ന് ഇന്ത്യ പറയുന്നു. പക്ഷേ ഹമാസിനെ നമ്മൾ തീവ്രവാദ സംഘടനയായൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമാണ്. ഗോളാന്തരം പറയുന്നത് കൊന്നാൽ സ്വർഗത്ത് സുന്ദരിയെ കിട്ടുന്ന ടീംസാണെന്നൊക്കെയാണ്. ഓക്കെ, ജോസഫ് പറയുന്നത് വിജയനെ എന്തിന് കുറ്റം പറയുന്നു? അയാളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ മോദി എന്തുകൊണ്ട് ഹമാസിനെ നിരോധിച്ചില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇസ്രായേൽ വർഷങ്ങളായിട്ട് ഇന്ത്യയോട് അത് ആവശ്യപ്പെടുന്നു എന്നാണ്. അത് ഇന്ത്യയോട് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയോടും അങ്ങനെ ഒരു ഹമാസ് വിരുദ്ധ പ്രതികരണത്തിന് ആവശ്യപ്പെട്ടപ്പോൾ അത് നേരത്തെ അതിന് ഐക്യരാഷ്ട്രസഭ അത് സമ്മതിക്കാതിരുന്നു എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത പ്രേക്ഷകൻ മൊയ്തീൻ കുഞ്ഞ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, നമസ്കാരം. യെസ് നമസ്കാരം. ശ്രീ മൊയ്തീൻ കുഞ്ഞിന് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇത് നമ്മളെ തൃത്താലയോ? തൃത്താല നമ്മുടെ MP രാജേഷ് മന്ത്രിയുടെ മണ്ഡലമല്ലയോ? മണ്ഡലമാണ്.
ആ ചുമ്മാ അല്ല ഇങ്ങനെയൊക്കെ കയറി വരുന്നത്. ഇത് എം പി രാജേഷ് എന്ത് പിഴച്ചു? അദ്ദേഹത്തിന് പാലസ്തീൻ അനുകൂല നിലപാട് തന്നെ. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. അതെ, ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ഭാഗമായിട്ട് ഇതിനെ കാണാനൊക്കത്തുള്ളു. ഒരു കാരണവശാലും ഇതിനോട് യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഒരു ഹമാസിന്റെ നേതാക്കന്മാരുടെ ഒക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് അതിനപ്പുറത്ത് എഴുന്നള്ളിക്കുക എന്ന് പറയുന്നുണ്ടേ ശരിയായ നടപടിയല്ല എന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? അതെ, അത് തെറ്റാണ്. യെസ്, ഓക്കെ, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഭയങ്കര പ്രശ്നമായിട്ടത് നാളെ വരും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വ്യക്തമാണ്. അതേസമയം ബാബു നായർ പറയുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രി വരെ ഹമാസിനെ ആരാധിക്കുന്നവരാണ്, വോട്ട് കിട്ടാൻ വേണ്ടി ഏത് ചെകുത്താനെയും ആരാധിക്കും എന്നാണ്. എന്നും കമൻറ്റ് വായിക്കണം, ഞങ്ങൾ ഇൻട്രോവേർട്ടുകൾക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് സ്റ്റീഫൻ റൊണാൾഡ് പറയുന്നു. സ്റ്റീഫൻ റൊണാൾഡ് ഒരിക്കലും ഒരു ഇൻട്രോവേർട്ടായി മാറി നിൽക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം സ്റ്റീഫൻ റൊണാൾഡ് പൊതുവേദിയിലേക്ക് വിളിച്ച് അഭിപ്രായം പറയുന്ന ഒരു സുദിനമാണ് ഞാനും കാത്തിരിക്കുന്നത്. കൊണ്ട് കമൻറ്റുകൾ ഞാൻ വായിക്കും. പക്ഷേ ഒരു ദിവസം ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ റൊണാൾഡ് നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം കേരളം തീവ്രവാദ ഹബ്ബായി മാറുന്നു എന്നാണ് യഷുഹ പറയുന്നത്. അങ്ങനെ തീവ്രവാദ ഹബ്ബൊന്നുമല്ല. ഇവിടെ ചില ആളുകൾ തീവ്രവാദത്തിൻ്റെ തെറ്റായ വഴിയിലൊക്കെ പോയിട്ടുണ്ട്, പലരെയും പിടികൂടിയിട്ടുണ്ട്, ചിലരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, മറ്റു ചില തീവ്രവാദികളെ അതിന് വേണ്ട തരത്തിൽ രാജ്യം നേരിടുന്നുമുണ്ട്. അപ്പോൾ തീവ്രവാദത്തിൻ്റെ ഹബ്ബൊന്നുമല്ല കേരളം. പക്ഷേ അവിടെ ചില തീവ്രവാദ മനോഭാവമുള്ള ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഉണ്ട്. അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ഈ രാജ്യം ചെയ്യുന്നു എന്നാണ്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശശികുമാറാണ്, ആലപ്പുഴയിൽ നിന്നാണ് ശശികുമാർ ചേരുന്നത്. ശ്രീ ശശികുമാർ നമസ്കാരം. നമസ്കാരം സാർ. ശ്രീ ശശികുമാർ എന്ത് കരുതുന്നു? സാർ, ഈര എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഈര ഒരു ഗ്രാമം. ആലപ്പുഴയിലെ കിഴക്കേ അറ്റമാണ്. അതുപോലെ അവിടെ എന്താണ് ശശികുമാർ ഈര ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത? സാറേ, ഈര ഗ്രാമം എന്ന് പറഞ്ഞാൽ സാറേ ഈ നെൽകൃഷിയൊക്കെ ധാരാളമുള്ള സ്ഥലമാണോ? അപ്പൊ പോയി നല്ല മത്സ്യം കിട്ടുന്ന സ്ഥലമാണോ? മത്സ്യം കിട്ടത്തില്ല, കുറവാ. ഇപ്പം നമുക്ക് വെള്ളമൊക്കെ വിലക്ക് മേടിക്കാം. കുട്ടനാടിന്റെ ഭാഗമാണെങ്കിൽ പോലും. പിന്നെ ഞങ്ങളുടെ എന്താ എന്നോട് പറഞ്ഞു വെള്ളം വിലക്ക് മേടിക്കുകയാണെന്നോ? വില കൊടുത്ത് വിലക്ക് മേടിക്കാം. കുടിവെള്ളം ഇല്ല. ഇല്ല, കുടിവെള്ളം ഇല്ല. അപ്പൊ അവിടുത്തെ ഈ ജനപ്രതിനിധികളൊക്കെ എന്താണ് ചെയ്യുന്നത്? ജനപ്രതിനിധികൾ എന്ത് ചെയ്യുന്നു സാർ? ഇതൊന്നും പറയുന്നില്ല. അതേക്കുറിച്ചൊക്കെ പറയാനുള്ള സമയം അല്ലല്ലോ സാർ ഇപ്പൊ. എങ്കിലും ഞാനൊരു കാര്യം എന്ന് പറഞ്ഞോട്ടെ. വളരെ സന്തോഷം. ഈ പരിപാടിക്ക് തൊട്ട് മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ഞങ്ങളുടെ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് കോട്ടയമാണ്. പക്ഷെ എങ്കിൽ പോലും ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ആ സ്ഥിതിയെ കുറിച്ച് അവതരിപ്പിച്ച പ്രോഗ്രാം വളരെ നന്നായി. ഞങ്ങളുടെ ഒരു ഫയർ ബ്രാൻഡ് ജേർണലിസ്റ്റ് ഉണ്ട് ആലപ്പുഴയിൽ, എല്ലാ ജനകീയ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ശരണ്യ. അതെ, ആ ലേഡി. അതെ അതെ അതെ, വളരെ സന്തോഷം. അദ്ദേഹത്തിനോട് ഞങ്ങള് ഇത് കേട്ടോണ്ടിരുന്ന എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു. അതാണ് ശരണ്യക്ക് നിരവധി അഭിനന്ദനങ്ങൾ ഇങ്ങനെ കിട്ടാറുണ്ട് അവരുടെ മികച്ച സാർ. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ, അതുകൂടെ പറഞ്ഞു സാർ. നമ്മുടെ നാട്ടിലുള്ളവരുടെ കാര്യം പറയാറില്ല. ഉദാഹരണം, ഇവിടെയുള്ള സാഹിത്യകാരന്മാര് പോലും പുറം രാജ്യങ്ങളിലുള്ള നോവലിസ്റ്റുകളുടെയും കവികളുടെയും കാര്യം പറയത്തുള്ളൂ. ആദ്യം പറയുന്ന അവര് വായിച്ച കഥകളൊക്കെ അതാന്നാ പറയുന്നത്. പക്ഷെ ഇവിടുത്തെ വായനക്കാർ വായിച്ച കൃതികളെ കുറിച്ചോ പറയുക അതൊന്നും പറയുന്നില്ല. നമ്മുടെ എം ടി വാസുദേവൻ നായർ എല്ലാം വളരെ ബഹുമാനത്തോടെ അല്ലേ നമ്മളെല്ലാവരും? അതെ സാർ, അതെ. ഇവരെല്ലാം പറയുന്നത് ഇവരെല്ലാം ഇവിടെയുള്ള സാഹിത്യകാരന്മാരെല്ലാം ടോൾസ്റ്റോയെ കുറിച്ചും ബെർണാഷായെ കുറിച്ചും ഒക്കെ ആദ്യം പറഞ്ഞിട്ട് ഈ നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് ഉള്ളൂറാശാൻ വെള്ളത്തോളിനെയൊക്കെ ആളുകൾ മറന്നുപോയി മറന്നുപോയി സാർ. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളവരും നമ്മുടെ രാജ്യത്തെ കുറിച്ചോ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യത്തെ കുറിച്ചോ തമ്മിൽ അടുപ്പിക്കാനല്ലാതെ ഇവരെ കൊണ്ട് വേറൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇതും നടക്കും, ഇതിന്റെ അപ്പുറവും നടക്കും. പക്ഷേ നമ്മുടെ ന്യൂസ് 18 പോലുള്ള ചാനലുകൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റു വാർത്തകൾ കാണുന്നവര് അവർക്കൊക്കെ നല്ല വിവരമുള്ളവരാണ്. അവര് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു കണ്ടെത്തൽ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ശശികുമാറിനെയും ഈര എന്ന നല്ല സ്ഥലത്തുള്ള ആളുകൾക്കും ഞങ്ങളുടെ ആശംസകൾ. ഒപ്പം തന്നെ അവിടെ കുടിവെള്ള പ്രശ്നം ഒരു വലിയ പ്രശ്നമായി മാറുന്നു. ഈ ഈരയിലുള്ള ജനപ്രതിനിധികളോ ആലപ്പുഴയിലുള്ള ജനപ്രതിനിധികളോ ഈ പരിപാടി കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് അവിടുത്തെ സാധാരണക്കാരുടെ പ്രതികരണമാണെന്ന് മനസ്സിലാക്കി തക്കതായ ഇടപെടൽ നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
അതിനിടയിൽ സാരംഗ് പറയുന്നു BJP കേരളത്തിൽ ആവശ്യമാണെന്ന്. BJP കേരളത്തിലുണ്ടല്ലോ, നമ്മുടെ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ BJP ഇവിടെ ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എവിടെ മോഡി എന്ന് ചോദിക്കുന്നു ലോപ്പസ് ബെന്നി. മോഡി നമ്മുടെ ഡൽഹിയിലല്ലേ. സുജിത് SR NIA വീണ്ടും വരേണ്ടി വരും എന്ന് പറയുന്നു. ഇവാനിയോസ് മനോജ് തൃത്താല എനിക്ക് നമസ്കാരമൊക്കെ കാണിക്കുന്നുണ്ട്. മനോജിന് എൻ്റെ നമസ്കാരം. അതെന്താ മൊയ്തീൻ തൃത്താലയെ മാത്രമേ CPM MLA, അതെന്താ മൊയ്തീൻ തൃത്താലയിൽ മാത്രമേ CPM MLA ഉള്ളൂ എന്നാണ്. അതാണ് അതൊരു CPM MLA ഉള്ളതുകൊണ്ടല്ല, CPM MLA മാർ എല്ലായിടത്തും ഉണ്ടല്ലോ. അതുപോലെ ദേവരാജൻ പറയുന്നു തറവാട്ടുകാർ ആരാണ് എന്ന് വ്യക്തമാക്കി തന്നത് എന്തുകൊണ്ടും നല്ലതായി എന്ന് പറയുന്നു. ഇത് വിവരക്കേടിൻ്റെ എഴുന്നള്ളത്തായി പോയി എന്നാണ് ദേവരാജൻ്റെ നിലപാട്. ഡേവിഡ് പറയുന്നത് 48-ലും 67-ലും 73-ലും തോറ്റു തുന്നമ്പാടി ചരിത്രം വീണ്ടും ആവർത്തിക്കും എന്നാണ് അറബികൾ എന്നാണ് ഡേവിഡ് പറയുന്നത്. ഞാനൊരു യുദ്ധത്തിനും അനുകൂലിക്കുന്നില്ല ഡേവിഡ്. നമ്മൾ എന്തിനാണ് യുദ്ധങ്ങളെ യുദ്ധമില്ലാത്ത ഒരു ലോകം, അതാണ് പട്ടിണി കൊണ്ട് മരിക്കും കൂടി കുട്ടികൾ അലമുറ കൊള്ളുമ്പോൾ നമ്മളൊരു യുദ്ധത്തെക്കുറിച്ച് എന്തിന് സങ്കല്പിക്കണം എന്ന നിലപാടാണ് എനിക്ക് ഉള്ളത്. കേരളം ആരാധിക്കുന്നതിൽ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗമാണെന്നാണ്. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും പേരിൽ കെട്ടിവെക്കേണ്ട കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തോമസ് മാത്യു പറയുന്നു ഇത് CPM പരിപാടിയാണെന്ന് ആർക്കും മനസ്സിലായില്ല. ചുവന്ന കോട്ടിട്ട് ഹമാസ് നേതാക്കളുടെ ഫോട്ടോയും പിടിച്ച് ചുവന്ന കോട്ടിട്ടത് കൊണ്ട് അവർ CPM കാരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചുവപ്പ് അവരുടെ ഏതായാലും CPM അതിനെ അനുകൂലിച്ച് കണ്ടതും ഇല്ല. ദിലീപ് കുമാർ പറയുന്നു ഈ വിഷയം ഇന്ന് മുഖ്യ മാധ്യമങ്ങളിൽ ഒന്നും കണ്ടില്ല. പിന്നെ ഇത് ചർച്ചയ്ക്കെടുത്ത് സാമൂഹിക സ്പർദ്ധ വരുത്തുക എന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. കൂടാതെ അവസരം പിണറായിക്കിട്ട് തട്ടും കൊടുക്കുക. എൻ്റെ ദിലീപ് കുമാറെ, പിണറായി വിജയനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കണമെന്നും ഞങ്ങൾക്കില്ല. ഞാനിതിൻ്റെ ഒരു സാമൂഹ്യ വശം പരിശോധിക്കുകയാണ്. കാരണം ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ഇന്ത്യ രൂപീകൃതമാകാൻ എത്രയായിരം മനുഷ്യർ ബലി നൽകി അവരുടെ ജീവൻ. ആ മനുഷ്യരിൽ ആരുടെയെങ്കിലും ഒരു പടമെടുത്ത് ഒരു ആന എഴുന്നള്ളത്ത് നടത്തിയിരുന്നെങ്കിൽ അതിനെത്ര അഭിമാനം ഉണ്ടാകുമായിരുന്നു എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഏതോ നാട്ടിൽ നടക്കുന്ന ഒരു നേതാക്കളുടെ ചിത്രമെടുത്തു വെച്ച് അവരാരെങ്കിലും സമാധാനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സമാധാനത്തെക്കുറിച്ച് പറഞ്ഞ നമ്മുടെ നാട്ടിലെ മഹാരഥന്മാരുടെ ചിത്രങ്ങളല്ലേ ഈ ആനപ്പുറത്ത് വരേണ്ടത് എന്ന് ചോദിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. VC തോമസ് പറയുന്ന കായംകുളം കൊച്ചുണ്ണിയെ വരെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നു. കായംകുളം കൊച്ചുണ്ണിയെ നമ്മളങ്ങനെ ആരാധിക്കില്ല. അദ്ദേഹം പലപ്പോഴും പാവപ്പെട്ടവരെ സഹായിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതിനൊരു അംഗീകാരം കൊടുക്കുന്നു എന്നാണ്. രാജ്യസ്നേഹത്തിൻ്റെ പര്യായമാണ് ഹമാസ് എന്ന് പറയുന്നു മുജീബ്. അവരുടെ രാജ്യത്തിൻ്റെ സ്നേഹത്തിലായിരിക്കാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹമാസുമായി എനിക്കുള്ളൊരു ചെറിയ വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ പാക് അധിനിവേശ കാശ്മീരിൽ അവർ പ്രതിനിധികളെ അയക്കുന്നു. ഡോക്ടർ ഖാലിദ് അൽ ഖ്വാദോമിയെ അങ്ങോട്ടേക്ക് അയച്ച് അവിടെ പാക് അധിനിവേശ കാശ്മീരിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ അതിന് ഹമാസ് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നിടത്ത് എനിക്ക് ശക്തമായ വിയോജിപ്പാണ്. കാരണം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഹമാസിന് ഇടപെടേണ്ട ഒരാവശ്യവും ഇല്ല. അങ്ങനെയുള്ള ഒരു സംഘടനയെ എനിക്കെന്തോ മനസ്സുകൊണ്ട് അംഗീകരിക്കാനും കഴിയില്ല. രാജ്യസ്നേഹത്തിൻ്റെ പര്യായം അങ്ങനെ ഹമാസാണെന്ന് പറഞ്ഞ മുജീബിന് അതാണ് എൻ്റെ മറുപടി. പ്രദീപ് നമ്മുടെ അമേരിക്കയിൽ നിന്ന് പ്രദീപ് ചേർന്നുണ്ട്. ഗുഡ് ഈവനിങ് മിസ്റ്റർ മനു. ഇന്ത്യയുടെ അയൽപ്പക്കത്തുള്ള ബംഗ്ലാദേശിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ ആരും പ്രതികരിച്ചത് ഫോട്ടോ വെച്ചോ കണ്ടില്ല. 4000 കിലോമീറ്റർ ുള്ള ഹമാസ് നേതാക്കൾക്ക് ഫോട്ടോ വെച്ചിരിക്കുന്നതെന്നാണ് പ്രദീപ് പറയുന്നത്. എവിടെ മനുഷ്യരെ ആക്രമിച്ചാലും അവിടെ അതിനെതിരെ ഉള്ളൊരു നിലപാടാണ് പ്രദീപ് നമുക്ക് എടുക്കേണ്ട. അവർ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും കുഴപ്പമില്ല. റാഡിക്കലൈസേഷൻ വലിയ കൺസേൺ ആകേണ്ട. ഡോണ്ട് വെയിറ്റ് ടിൽ ഇറ്റ്സ് ടു ലേറ്റ് എന്ന്. അപ്പോൾ റാഡിക്കലൈസേഷൻ വലിയ കൺസേൺ ആക്കണം എന്നാണ് ലെവിൻ പറയുന്നത്. ഡോണ്ട് വെയിറ്റ് ടിൽ ഇറ്റ് ഈസ് ടു ലേറ്റ് എന്ന് പറയുന്ന നടപടി വേണമെന്നാണ്. ജൂതനെ കൊന്നു തിന്ന അന്നാണ് അവന്മാരുടെ 16 എന്ന് പറയുന്നത്. എനിക്ക് അത് എന്താണ് ഭാഷ ഡേവിഡ് ഉപയോഗിച്ചില്ല. ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരത ഒന്ന് നിങ്ങൾ കാണുന്നില്ല. ഞാൻ എല്ലാ ക്രൂരതയും കാണുന്നു, എല്ലാ ക്രൂരതയും ഒരുപോലെ എതിർക്കുന്നു. എൻ്റെ ഒരു ചെറിയ ഹമാസിനോടുള്ള എനിക്ക് വിയോജിക്കേണ്ട ഒറ്റ കാരണം അത് പാകിസ്ഥാൻ അനുകൂല നിലപാട് കാശ്മീർ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്നിടത്ത് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. തോമസ് മാത്യു പറയുന്നു ഇവിടെ ആരും റഷ്യ യുക്രൈൻ യുദ്ധം അവരെ അറിഞ്ഞില്ല. അവരൊന്നും മനുഷ്യരല്ലേ, ഹമാസിനെ മാത്രമേ മനുഷ്യരായി കാണുകയുള്ളൂ എന്നാണ് തോമസ് മാത്തൻ ചോദിക്കുന്നത്. അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. യുക്രൈനിന്മേൽ വലിയ ആക്രമണം നടന്നു. അവിടെ ക്യാപ്റ്റൻ ദിമിത്രോവ്, അവിടുത്തെ ഡാവിൻസി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ ഓഫ് ഹീറോ ഓഫ് യുക്രൈൻ എന്നൊരു ടൈറ്റിൽ കിട്ടി.
അദ്ദേഹം അവിടെ ഒരു വലിയ യുദ്ധ പോരാളിയായി അറിയപ്പെടുന്നു. ക്യാപ്റ്റൻ എഡ്വേർഡ് സാബിനിനും അതുപോലെ അവിടുത്തെ വലിയ യുദ്ധ പോരാളിയാണ്. വിതാലി സക്കാക്കുൺ അവിടുത്തെ വലിയ യുദ്ധ പോരാളിയാണ്. എന്തിന് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഒരു പടം പോലും നമ്മളാരും ഇവിടെ വെക്കുന്നില്ല എന്നത് എന്തുകൊണ്ടാണ് എന്ന് തോമസ് മാത്തനെ പോലെ ഞാനും ചോദിക്കുകയാണ്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ആഷിഖ്. യെസ് ആഷിഖ്, കേൾക്കാമോ? കേൾക്കാം, ഞാൻ പറയാം. ശ്രീ ആഷിഖ് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായിട്ട് കുറേ ദിവസം ആഷിഖിൻ്റെ ശബ്ദം ഞാൻ കേട്ടില്ല. ആഷിഖ് പൊതുവേദിയെ മറന്നതാണോ അതോ ഞാൻ ഇല്ലാത്തപ്പോൾ വിളിച്ചതാണോ? അതല്ല, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തിരക്കുകൊണ്ട് വിളിക്കാൻ പറ്റാതെ. ഏതായാലും ജോലി ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിനുശേഷമുള്ള സമയം പൊതുവേദിയുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ശ്രീ ആഷിഖിന് എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്? ഇത് എന്ന് പറയുന്നത് ഞാൻ ഇത് ക്രിറ്റിസൈസ് ചെയ്യാനല്ല വിളിച്ചത്. അതായത് എനിക്കിത് പറയുന്നത് ആനനുള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇതിന് അനുവാദം കൊടുത്തിരിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടിയിരുന്നതാണ്. അവര് ഇത് കൃത്യമായി അത് റീഡ് ചെയ്തിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിലെ ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രി പാലസ്തീന് അനുകൂലമായി പറഞ്ഞതിന്റെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ ഒരു പ്രതിനിധി കേരളം സന്ദർശിച്ചു. അവരെന്തിനാണ് വന്നതെന്നുള്ളത് ഒരുപക്ഷെ ഇവിടുത്തെ മന്ത്രിസഭയിൽ ആരും നോട്ട് ചെയ്തിട്ടില്ല. ഇത് എന്ന് പറയുന്ന ഈ സംഭവം, ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഓക്കെ, അവർക്ക് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഇത് ഇസ്രായേലിന്റെ ചാരസംഘടന എന്ന് പറയുന്നത് മൊസാദാണ്, ലോകത്തെ നമ്പർ 1 ചാരസംഘടനയാണ്. ഓൾറെഡി അവർ ഇപ്പൊ തന്നെ ഇത് റീഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത പ്രതിനിധി ഈ കേരളത്തിൽ വരും. അവരിത് എന്താണെന്ന് പഠിക്കും. ഞാനിത് പറയാൻ വന്ന പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു മലയാളി സമൂഹം എന്ന് പറയുന്ന ഒരു 40,000-നും മുകളിൽ ആളുകൾ ഇസ്രായേലിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വിത്ത് വിസയും വിത്തൗട്ട് വിസയിലും വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് നമുക്ക് തരുന്ന ഒരു മലയാളീസ്, അത് കേരളത്തിലുള്ള ആളുകൾക്ക് തരുന്ന, നമുക്കിവിടെ അറിയാലോ മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവർ തരുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ട്. അത് കളഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തികളെല്ലാം ചെയ്തു വെച്ചത്. ചെയ്യരുത്. അത് നമ്മള് ഇസ്രായേലില് ജോലി ചെയ്യുന്ന മലയാളി സമൂഹത്തിനുള്ള വെല്ലുവിളിയാണ്. യെസ്, വ്യക്തമാണ്. ഏതായാലും ആഷിഖിൻ്റെ വാക്കുകൾ കൂടി വളരെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അത് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആഷിഖ് ചൂണ്ടിക്കാണിച്ചത്. ഈ വിഷയം നമുക്ക് കൂടുതൽ ആളുകൾ പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ഡൽഹിയിൽ ശക്തമായ ഭൂചലനം. പുലർച്ചെയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. വലിയ പ്രകമ്പനവും ശബ്ദവും കേട്ടെന്ന് പ്രദേശവാസികൾ. ന്യൂഡൽഹിയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഡൽഹിക്ക് പിന്നാലെ ബീഹാറിലും ഭൂചലനമുണ്ടായി. ഡൽഹിയിലും പരിസര പ്രദേശത്തും ഉണ്ടായ ഭൂചലനത്തെ തുടർന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരും ശാന്തരായിരിക്കാനും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അധികാരികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. കൊള്ള നടത്തിയത് കടം വീട്ടാനെന്ന് റിജോ. മോഷ്ടിച്ച പണത്തിൽ നിന്ന് 3 ലക്ഷം രൂപയെടുത്ത് കടം വീട്ടിയതായും പ്രതി. റിജോ ആന്റണി കടം വീട്ടിയ ആള് പോലീസിൽ പണം തിരികെ ഏൽപ്പിച്ചു. അന്നനാട് സ്വദേശി 2.9 ലക്ഷം രൂപ തിരികെ നൽകിയത് റിജോ അറസ്റ്റിലായത് അറിഞ്ഞുകൊണ്ട്. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. യെസ്, പൊതുവേദി തുടരുന്നു. വിഷ്ണു എന്നോട് ഹായ് മനു സാർ എന്ന് പറയുന്നു. 2 നീല ഹൃദയവും അയച്ചിട്ടുണ്ട്. വിഷ്ണുവിനും എൻ്റെ ചുവന്ന നീല പച്ച ഹൃദയങ്ങളൊക്കെ ഞാനും സമ്മാനിക്കുകയാണ്. നമ്മുടെ ദീപു ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ദീപുവായിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി. ഏതായാലും ഇന്ന് ദീപു നമ്മുടെ പൊതുവേദിയിൽ ചേർന്നിരിക്കുകയാണ്. ദീപുവിന് ഈ ദൃശ്യങ്ങൾ ഇതിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? മനു, ആദ്യമായിട്ട് നമ്മുടെ ന്യൂസ് 18 കൂടെ എന്തെങ്കിലും ഒരു വസ്തുതാ വിരുദ്ധത വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു പ്രേക്ഷകൻ പറഞ്ഞിരുന്നു IIT ബാംഗ്ലൂർ
അല്ലല്ല നമ്മള് ദീപു മതി ഞാൻ പറയുന്നത് നമ്മൾ ഈ വ്യക്തി വിദ്വേഷം തീർക്കാനുള്ള ഒരു ഉപാധിയോ മാധ്യമമോ അല്ല ഈ പൊതുവെ. ഞാൻ ദീപുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. ദീപു ഈ വിഷയമല്ലേ മറ്റത് വിടുന്നേ. നെ കുറിച്ചുള്ള ഇൻട്രോഡക്ഷൻ IIT-കാരനെ കുറിച്ച് അല്ല പറയുന്നത്. നിങ്ങൾ കേൾക്കണ്ടേ? IIT ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബാംഗ്ലൂർ. അങ്ങനെ ബാംഗ്ലൂര് IIT ഇല്ല. ആകെ ഉള്ളത് ധാർവാഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് കർണാടകയിലുള്ളത്. അത് 2016 തുടങ്ങിയത്. ഇപ്പൊ എന്റെ കുട്ടികളാണെങ്കിലും മറ്റുള്ള കുട്ടികൾ IIT ബാംഗ്ലൂർ ഉണ്ടോ എന്ന് അന്വേഷിക്കില്ലേ? അങ്ങനെ ഒരു വസ്തുതാ വിരുദ്ധത ഇതിനകത്തൂടെ വരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബാംഗ്ലൂർ എന്നൊരു സ്ഥാപനം അവിടെ ഇല്ല. 23 വർഷം മുമ്പും ഇല്ല. 9 വർഷം മുമ്പാണ് അവിടെ ഒരു IIT തുടങ്ങിയത് തന്നെ. അത് ധാർവാഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ മനു ഒരു കാര്യമുണ്ട്, ഞാൻ ഇത് തെറ്റിദ്ധരിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. നമ്മളൊരു മിസ് ഇൻഫർമേഷൻ പാസ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഇനി ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത്. ഇനി ഈ വിഷയത്തിൽ മനു ഞാൻ ഇന്ന് ഇപ്പൊ നിങ്ങളൊരു 3:45 കഴിഞ്ഞ് ഈ കാർഡ് ഇടുമല്ലോ, അപ്പോഴാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് കാണുന്നത്. അപ്പൊ ഇത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് തന്നെ സംസാരിക്കാം. അപ്പൊ ഈ നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് ഉണ്ടല്ലോ, ന്യൂസ് 18 ഫേസ്ബുക്കിൽ, അതിലൊരു വാർത്തയായിട്ട് ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന വാർത്ത ഞാൻ കണ്ടില്ല. നിങ്ങൾ സംപ്രേഷണം ചെയ്ത് കാണുമായിരിക്കും, പക്ഷെ അത് കണ്ടില്ല. അങ്ങനെ നോക്കിയിട്ട് അതിനകത്ത് വാർത്ത കാണുന്നില്ല. പിന്നെ ഇപ്പൊ മനു 4 മണിക്ക് കൃത്യമായി ആ കാര്യം പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ അപ്പൊ അവിടെ തൃത്താലയിലുള്ള ഒരാളെ വിളിച്ചു ചോദിച്ചപ്പം അയാൾ പറയുന്നത് ഏതെങ്കിലും അമ്പലത്തിന്റെ ഉത്സവം അല്ല ഇത്. ഇത് അവിടെ കുറെ നാട്ടുകാർ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു കരക്കാരോ അവര് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിയിലാണ് ഇത് വന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഞാൻ വിളിച്ചു ചോദിച്ച ആൾക്കും അറിയില്ല ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ വിധേയമല്ല. അത് അങ്ങനെ വെക്കുന്നത് നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് എതിരാണ്. ഇവരുടെ പടം വെക്കുന്നതോ ഇവരെ പറ്റി പറയുന്നതോ ഒക്കെ ആണെങ്കിൽ അതിനെപ്പറ്റി കേസ് എടുക്കട്ടെ. അല്ലെ, അതല്ലേ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. കാരണം നമ്മളത് അനുവദിക്കരുത്. നമ്മുടെ നാട്ടിൽ നിരോധിതമായ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ അനുവദിക്കരുത്. പിന്നെ ചോദിക്കുന്ന ആരാധന വേണോ ഇല്ലയോ എന്നുണ്ട്. മനു, ആരൊക്കെ ആരാധിക്കുന്നു? ഇപ്പം മോഡിയെ ആരാധിക്കുന്നില്ലേ? ഇവിടെ നമ്മുടെ സവർക്കറിനെയും നാഥുറാം വിനായക് ഗോഡ്സെന്റെയും ആരാധിക്കുന്നില്ലേ? അപ്പൊ അവരെയൊക്കെ ആരാധിക്കുന്നില്ല. ഗോഡ്സെ ആരാധിക്കുന്നു. ആരാധിക്കുന്നവരല്ലേ മഹാത്മാഗാന്ധി 2ാമതും വെടിവെച്ചു കൊന്നത്? അവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം. അവരിവിടെ നാട്ടിലുണ്ട്, അവരും ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മനോഭാവമുള്ളവർ അങ്ങനെ പലയിടത്തും പല രീതിയിലും പ്രവർത്തിക്കുന്നു എന്നുള്ളത് പിന്നെ അത് എങ്ങനെയാണ് കാണേണ്ടതെന്ന് അതായത് ഇന്ത്യയെ കുറിച്ച് ആലോചിക്കുന്നവർ അത് കാണുക എന്നുള്ളതാണ്. അതല്ലാതെ പിണറായി വിജയന്റെ തലയിലും പിണറായി വിജയനാണ് ഇത് നടത്തുന്നതെന്ന് പറയാനും ഒക്കെ ഏത് രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇതിനകത്ത് കുത്തിക്കയറ്റുന്നത് എന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള മറുപടിയെ അർഹിക്കുന്നുള്ളൂ. മനു നേരത്തെ പറഞ്ഞതിന് എന്നോ വേറെ രീതിക്ക് വിചാരിക്കരുത്. മിസ് ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ദീപു, ഇതിലൊരു ചെറിയ പ്രശ്നം എനിക്ക് വന്നിരിക്കുന്നത് ഹമാസിനെ ഇന്ത്യ അങ്ങനെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം മറ്റു ചില രാജ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെതർലാൻഡ്സ് ഉണ്ടാകാമായിരിക്കാം, അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടാകാം, ഇംഗ്ലണ്ട് ഉണ്ടാകാം, മറ്റു പല രാജ്യങ്ങളുണ്ടാകാം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 97 അങ്ങനെ ഒരു നിലപാടെടുത്തു. പക്ഷേ ഐക്യരാഷ്ട്രസഭ ഹമാസിനെതിരെ ഉള്ള ഒരു പ്രമേയം അംഗീകരിക്കണമെന്ന നിലപാട് തള്ളി എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു സംഘടനയുടെ ആളുകളെ ഇവിടെ വെക്കുന്നതിൽ നിരന്തരം മനു അതിനകത്തൊരു കാര്യം നിരന്തരം വേട്ടയാടപ്പെടുന്ന അതാണ് ഗാസ മുനമ്പ്. അവിടെ കുട്ടികളെയാണ്. പക്ഷെ എനിക്കുള്ള വിയോജിപ്പ്, അവർ ഗാസ മുനമ്പിൽ വേട്ടയാടുന്നു. പക്ഷെ നമ്മുടെ പാകിസ്ഥാൻ തൊട്ടടുത്ത രാജ്യമാണ്. ഈ പാകിസ്ഥാൻ ഇന്ത്യയുടെ വലിയൊരു പ്രദേശം കൈയടക്കി വെച്ചിരിക്കുന്നു. ആ പ്രദേശത്തെ സംബന്ധിച്ച് ഈ ഹമാസിന് വ്യത്യസ്തമായൊരു നിലപാടാണ്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് അതിന് നമുക്ക് അവരോട് നമുക്ക് എതിർ അഭിപ്രായം പറയുന്നു. അതാണ് ഞാൻ പറയുന്നത്. അതാണ് എനിക്ക് എന്തുകൊണ്ടായിരിക്കും ഈ വെച്ചവരുടെ എനിക്കറിയില്ല അവരെന്ത് മനോധർമ്മത്തിൽ അത് വെച്ചതെന്ന്. പക്ഷെ ഈ കുട്ടികളെ അടക്കം കൊന്ന് തള്ളുന്നവരുടെ അവിടെ ഒരു രക്ഷകനായിട്ട് ഈ തീവ്രവാദ സംഘടന എന്ന് ഇവരൊക്കെ പറയപ്പെടുന്ന അത് ഇന്ത്യ നിരോധിക്കാത്ത ഈ സംഘടന അവിടെ നിൽക്കുന്നു.
ആ നിൽക്കുന്ന സംഘടന രക്ഷകനായിട്ട് ഇവർ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നവർ രണ്ട് രീതി ചിന്തിക്കണം. RSSനെ സ്നേഹിക്കുന്നവർ, പിന്നെ SDPഐയും ജമാഅത്തെ ഇസ്ലാമിയും സ്നേഹിക്കുന്നവർ ഈ നാടിനെ സ്നേഹിക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല എന്റെ രാഷ്ട്രീയം വെച്ചിട്ട്. കാരണം നമ്മുടെ മതേതരത്വ രാജ്യമാണ്, ഒരു മതരാഷ്ട്രവാദ രാജ്യമല്ല. അപ്പൊ അങ്ങനെ പലതും പറയും. ഇപ്പൊ RSSനെതിരെ ലോകത്ത് പല ഭാഗത്തും സംസാരിക്കുന്നില്ലേ? അപ്പൊ അവര് ഇന്ത്യയുടെ നേതാക്കളുടെ ഫോട്ടോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ നമ്മൾ ഹമാസിനെ നമ്മൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തിനെതിരായ നിലപാടെടുക്കുന്ന ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ കാശ്മീർ വിഷയത്തിലൊക്കെ അവരെടുക്കുന്ന നിലപാട് അത്യന്തികം നമ്മുടെ രാജ്യത്തിനെതിരാണ്. ഇപ്പൊ ഏറ്റവും ഹമാസിന്റെ സ്പോക്സ്മാൻ നിലപാട് എന്താ മനു? കാശ്മീർ വിഷയത്തിൽ അമേരിക്ക പാക് ഓക്യുപ്പൈഡ് കാശ്മീർ അവർക്ക് സ്വതന്ത്രമാക്കി കൊടുക്കുന്നത് നമുക്ക് അനുകൂലമല്ലല്ലോ. പക്ഷെ നമ്മൾ അമേരിക്കയോട് എങ്ങനെയാണ് നിൽക്കുന്നത്? ഓരോ വിഷയത്തിലും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒരു വിഷയത്തിൽ അഭിപ്രായം എടുത്തോണ്ട് ഞാൻ ഇത് അനുകൂലിക്കുകയാണെന്ന് കരുതരുത് കേട്ടോ. ഞാൻ പറയുന്നത് ഇതിനകത്ത് പല അഭിപ്രായങ്ങൾ വരും. പക്ഷെ ഗാസ എന്നും ആക്രമിക്കപ്പെടുകയാണ്. അവരോടൊപ്പം തന്നെയാണ് ഇന്ത്യ നിൽക്കേണ്ടത്. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. ആ ആക്രമിക്കപ്പെടുന്ന ഗാസയ്ക്ക് ഒപ്പം തന്നെയാണ് ഇന്ത്യ. ഇന്ന് ഈ മോഡി ഭരിക്കുന്ന കാലത്തും പാലസ്തീനോടൊപ്പമാണ്. ഹമാസിനെ അങ്ങ് പറഞ്ഞതുപോലെ, അത് അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്, നിരോധിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നുകൊണ്ട് ഈ കാണിക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നുമില്ല കേട്ടോ, ഞാൻ അനുകൂലിക്കുന്നുമില്ല. താങ്ക് യു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അനൂപ് എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനൂപ് ജനമിത്ര. യെസ്, ഞാൻ അനൂപിലേക്ക് മടങ്ങി വരാം. ഇവിടെ വിഷ്ണു എന്നോട് ചോദിക്കുന്നു, ഞാൻ കുറച്ച് ദിവസം എവിടെയായിരുന്നു, എന്നെ കണ്ടില്ലല്ലോ എന്ന്. വിഷ്ണു, അങ്ങേയറ്റം സന്തോഷം, എന്നെ അന്വേഷിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ കുറച്ച് ദിവസം അവധിയായിരുന്നു. സ്വാഭാവികമായും അവധിയായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഏതായാലും വിഷ്ണു നമ്മുടെ പൊതുവേദിക്കൊപ്പം ചേർന്നിരിക്കുന്നു എന്നതിൽ സന്തോഷം. പ്രദീപ് എനിക്ക് സല്യൂട്ട് തരുന്നു. ഓക്കെ, സന്തോഷം. അതോടൊപ്പം തന്നെ എവിടെയായിരുന്നു, കണ്ടില്ല എന്നാണ് വിഷ്ണു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്ന് കറങ്ങാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹമാസ് മറ്റു രാജ്യങ്ങളിൽ ഇടപെട്ടില്ല, ഇത് പാലസ്തീനികൾക്കെതിരെയുള്ള എൻ്റെ വെറുപ്പാണെന്നാണ് പറഞ്ഞത്. എനിക്ക് പാലസ്തീനികളോടൊന്നും എനിക്ക് യാതൊരു വെറുപ്പുമില്ല. എൻ്റെ നിലപാട് യാതൊരു തെറ്റുമില്ലാതെ എനിക്ക് പറയാൻ കഴിയും. അതെൻ്റെ രാജ്യത്തിൻ്റെ നിലപാടാണ്. ഇന്ത്യാസ് പോളിസി ടുവേർഡ്സ് പാലസ്തീൻ ഹാസ് ബീൻ ലോങ് സ്റ്റാൻഡിങ് ആൻഡ് ഇൻക്ലൂഡ് സപ്പോർട്ട്സ് for a negotiated two-state solution and the establishment of a sovereign, independent, viable state of Palestine with secure and recognized borders, living side by side in peace with Israel. India supports Palestine's membership in United Nations. ഇതാണ് എൻ്റെ രാജ്യത്തിൻ്റെ നിലപാട്, ഇതാണ് എൻ്റെ നിലപാട്. അപ്പോൾ അതിൽ എനിക്ക് രണ്ട് നിലപാടില്ല. പക്ഷേ ഇവിടെ നമ്മുടെ രാജ്യം ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നു, ഇന്ത്യ സ്ട്രോങ്ലി കണ്ടംസ് ദ ടെറർ അറ്റാക്ക് ഓൺ ഇസ്രായേൽ ഓൺ 7th October 2023. എൻ്റെയും നിലപാട് അതാണ്. അത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനും ഒരേ സമയത്ത് കഴിയില്ല. അതാണ് അഷ്കർ അക്കു എന്നോട് പറയുന്ന. അഷ്കർ അക്കു ചാനലിനെ അൺസബ്സ്ക്രൈബ് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ എത്ര പേർ പോയാലും അത് നമുക്ക് നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ട്രംപ് ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് പൈശികമായി കൊണ്ടുവന്ന വീഴ്ചയായിരുന്നു ഇത് ചർച്ചയ്ക്കെടുക്കേണ്ടത്. ഇത് 2 തവണ ദിലീപ് നമ്മൾ ചർച്ചയ്ക്കെടുത്തു. ഇത് കൊണ്ടുവരുന്ന ദിവസം എല്ലാം ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. വിശദമായി തന്നെ നമ്മൾ ഇത് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. ടെററിസം ഹാസ് നോ റിലിജിയൻ ബട്ട് ടെററിസ്റ്റ് ഹാസ് ദ സെയിം റിലിജിയൻ എന്ന് ഡേവിഡ് പറയുന്നു. അതൊന്നും ഒരു ന്യായീകരണമല്ല. ന്യൂസ് 18 നട്ടുച്ച നേരത്ത് ഹോട്ടലിൽ ആളില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നു. ഓക്കെ, ഒരാളുണ്ടെങ്കിലും ഒരു ഉറച്ച നിലപാടുണ്ട് ന്യൂസ് 18 എന്നതാണ് അതിനുള്ള 14U മറുപടി. എല്ലാവരും കാണുന്ന എല്ലാം വിളിച്ചു പറയുക എന്നല്ല, എല്ലാവരും കാണുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളതല്ല. ഞങ്ങൾ ഉത്തമമായി ശരി എന്ന് വിശ്വസിക്കുന്നത് വിളിച്ചു പറയുന്നു. അത് കാണുന്നവർ കണ്ടാൽ മതി. അതൊന്നെങ്കിൽ 1, 2 2, 100 100, അത്ര തന്നെ സന്തോഷം. ഓക്കെ, മോഹൻദാസ്, ശ്രീ മോഹൻദാസ്, ഞാൻ ശ്രീ മോഹൻദാസിനെ അന്വേഷിക്കാത്ത ദിവസങ്ങളില്ല. പലതവണയും ഞാൻ പൊതുവേദിയിലൂടെ പറഞ്ഞു, ശ്രീ മോഹൻദാസിന് എന്തുപറ്റി എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ കുറേ നാളായി ശ്രീ മോഹൻദാസ് വിളിച്ചിട്ട്, അല്ലേ? തീർച്ചയായിട്ടും സാറേ. അയ്യോ, സാറിനെ കാണാന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു സ്വീറ്റാണ്, എന്ത് സോഫ്റ്റ്നെസ് ആണ്. ഞാൻ പാലക്കാട്ടുകാരനായിട്ട് പറയല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക്
അസുഖം വന്നു സാറേ, പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലം ആയി. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, മെഡിക്കൽ കോളേജിൽ. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ മിസ്സിങ് ഇതിന് എനിക്ക് വല്ലാതൊരു നഷ്ടബോധം എനിക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറിനെ കാണാന്ന് പറയുമ്പോ ഏതായാലും ഈ അസുഖം ഇപ്പൊ ഭേദമായി പൂർണ്ണ ആരോഗ്യവാനായില്ലേ? ഇല്ല, ആയിട്ടില്ല. ഇപ്പോഴും ഞാൻ ട്രീറ്റ്മെന്റിലാണ്. അതെയോ? അതെ, ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ്. അതാണ്. ഏതായാലും നമുക്ക് പെട്ടെന്ന് ആരോഗ്യത്തോടെ കൂടി തിരിച്ചു വരണം. അതിനുള്ള എല്ലാ പിന്തുണയും പൊതുവേദി നൽകുകയാണ്. എന്തായാലും ദുരന്തങ്ങളുടെ ഒരു മരുഭൂമിയായിട്ട് മാറി. എന്റെ വൈഫ് അന്ന് പറഞ്ഞു 8 മാസം മുമ്പ്. അതെ, എന്നോട് പറഞ്ഞു. അത് കണ്ടായി. അപ്പൊ എനിക്ക് സാറിനെ കാണുമ്പോൾ സന്തോഷം. ഞാൻ അപ്പൊ എല്ലാ ആൾക്കാരെയും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഞാൻ അറിഞ്ഞത് എല്ലാ ആൾക്കാരും എന്നോട് പേരും വിളിച്ചു പറഞ്ഞു, എന്നെ അന്വേഷിച്ചു എന്ന് വിളിച്ചു. എനിക്ക് എന്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ കൂടി വന്നു എനിക്ക്. അയ്യോ, അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങ് എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അങ്ങയെ കാണാതായപ്പോൾ ഞാനിങ്ങനെ പലതവണ 2-3 തവണ ആലോചിച്ച് ആരെങ്കിലും അദ്ദേഹത്തെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തെ വിളിച്ചു പറയണം. അല്ലെങ്കിൽ അനിയനെ കാണാറുണ്ട്. അനിയൻ വിളിച്ചു പറഞ്ഞോ? ശരി, വിളിച്ചു പറഞ്ഞു. ഞാൻ എന്നിട്ട് എനിക്കിപ്പോ ശരി. അപ്പൊ ഇനി വിഷയം എനിക്ക് വരാം. അപ്പോ ഈ തൃത്താലയിൽ നടന്ന കാര്യം എന്ന് പറയുന്നത്, അത് എന്ത് നടന്നാലും ഈ പിണറായിയുടെയും ഞാൻ ഒരു മറ്റേ CPM കാരനോ മറ്റേ സർക്കാരിന്റെ ആളൊന്നുമല്ല. ഇതെന്തിനും പറഞ്ഞു വല്ലാത്ത കഷ്ടമുണ്ട്. എന്തായാലും ഇത് ആരോ കുറച്ച് കൃഗന്മാരും കൂടിയിട്ട് എന്തോ ചെയ്തു വെച്ചു എന്നല്ലാണ്ട് ഒരു ഓളം ഉണ്ടാക്കും. ഇപ്പൊ ആകെ ഒരു വലിയ കുഴപ്പമില്ലാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഹമാസിനെ കൊണ്ടുവന്നിട്ട് ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. നാട്ടിൽ ഈ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ പേരിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അത് മുഴുവൻ വാർത്തകളായിട്ട് വരുന്നുണ്ട്. എന്തായാലും ന്യൂസ് 18 ഈ സാധനങ്ങൾ കവർ ചെയ്യുന്നുണ്ടല്ലോ. അത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. എല്ലാ വിജയങ്ങളും മനുവിന് പ്രത്യേകിച്ച്. എന്റെ നാട്ടുകാരനല്ലേ. അപ്പൊ നമുക്ക് കൂടുതൽ ആരോഗ്യവാനാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്താൻ നമുക്ക് കൂടുതൽ മുന്നോട്ട് പൊതുവേദിയോടൊപ്പം നിൽക്കണം. ഞങ്ങളും അങ്ങേക്ക് എല്ലാ പിന്തുണകളും പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും എന്റെ ചങ്കല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്. അടുത്ത റേഡിയോ ആക്റ്റീവ് പറയുന്നു, കോൺഗ്രസിനും CPM-നും ഒന്നും ഇതിൽ അഭിപ്രായം പറയാനില്ലേ എന്ന്. ശശിധരൻ VPG പറയുന്നു, അഭിപ്രായം പറയാനുള്ളത് മാത്രം അവസരം കൊടുക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവസരം കൊടുത്ത് സമയം കളയരുതെന്നാണ്. ഒരു തെറ്റ് നിങ്ങൾ എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. വയനാട് പുനരധിവാസത്തിൽ വകുപ്പ് സെക്രട്ടറിമാരും ജില്ലാ കലക്ടർമാർ എന്നുള്ളത് ജില്ലാ സെക്രട്ടറിമാർ എന്ന് എഴുതി കാണിക്കുന്നു. അപ്പോൾ ജില്ലാ കലക്ടർമാരെന്തോ ജില്ലാ സെക്രട്ടറിമാർ എന്ന് പോകുന്നുണ്ടെന്നാണ് ദിലീപ് കുമാർ പറയുന്നത്. ദിലീപ് കുമാർ, ആ തെറ്റ് നമുക്ക് തിരുത്താം. അത് ഞാനൊന്ന് നോക്കാം എവിടെയാണ് അത് പറ്റുന്നത്. എനിക്ക് ഇവിടെ നിന്നാൽ അത് കാണാൻ പറ്റുന്നില്ല. ഏതായാലും അത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ സന്തോഷം. പ്രദീപ് കുമാറിന് ഒരു പരാതിയുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പഠിച്ചത് IIT-യിലല്ല IAT-യിലാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ ടെക്നോളജി. അത് 1962-ലാണ്. അപ്പോൾ ദീപു ഇത് പറഞ്ഞുകൊണ്ട് ആയിരിക്കാം പ്രദീപ് മറുപടി ഇട്ടത്. അപ്പോൾ അതൊക്കെ ഒരു തർക്കമായി എടുക്കേണ്ടതില്ല. എന്തായാലും പ്രദീപ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അത് IIT എന്ന് പറഞ്ഞപ്പോൾ IAT-യാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ മാത്തൻ ചോദിക്കുന്നത്, ദീപു റഷ്യ ഉക്രൈനെതിരെ നടത്തുന്ന യുദ്ധം അറിഞ്ഞില്ലേ എന്നാണ്. അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോ രാജ്യങ്ങളുടെ യുദ്ധം എല്ലാവരും യുദ്ധത്തിനെതിരാണ്. അത് നമ്മളിപ്പോൾ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയാലും ആര് നടത്തിയാലും യുദ്ധത്തിന് എതിരാണ്. ഓക്കെ. തൃശ്ശൂരിൽ വ്യൂസ് ജോജോ പറയുന്നു, ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത ന്യൂസ് 18 അഭിനന്ദനങ്ങൾ. കോപ്രായങ്ങൾ കാണിക്കുന്നത് ആരായാലും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സ്വപ്നങ്ങൾ നട്ടല്ലൊടിക്കാനാണ് ഇത്തരം ഇത് ഉപകരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ ഒരു വലിയ പ്രവാസി ലോകം കേരളത്തിന് പുറത്തുണ്ട് എന്ന് മലയാളികൾ ഓർക്കണം. അവർ മധ്യേഷ്യയിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, അതുപോലെ അമേരിക്കയിലുണ്ട്, ഇസ്രയേലിലുണ്ട്, പലയിടത്തുമുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രകടനം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ പ്രവാസികളെ ഒരു തരത്തിലും അത് പ്രശ്നത്തിലാക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ശരത് VK പറയുന്നു, സന്തോഷം, BJP അധികം വൈകാതെ കേരളത്തിൽ ഭരണത്തിൽ വരും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നോക്കാം ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ. അടുത്ത പ്രേക്ഷകൻ നമുക്ക് സുകുമാരൻ പൊതുവേദിയിലേക്ക് വിളിച്ച് മാസങ്ങളായോ? നമ്മൾ സംസാരിച്ചില്ലേ? പക്ഷേ ഞാനും സുകുമാരനായിട്ട് സംസാരിച്ചിട്ട് കുറെ ദിവസങ്ങളായി. കിരൺ ബാബു ഉള്ള ദിവസം വിളിച്ചല്ലേ? അത് ശരി. അപ്പൊ ഞാൻ ഉള്ള ദിവസം വിളിക്കാത്ത എന്താ? അത് ശരി. ഓക്കെ. ഏതായാലും സാരമില്ല, ഇന്ന് കിട്ടിയല്ലോ, നമുക്ക് സംസാരിക്കാം. ശ്രീ സുകുമാരൻ, ഇതൊന്നും കോടതി കാണുന്നില്ല സാറേ?
അല്ല, ഇത് നിയമപരമായി തെറ്റാണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ ഹമാസിനെ ഒരു തീവ്രവാദി സംഘടനയായി ലിസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല. അതല്ല സാറേ, അതല്ല ഈ 3 മീറ്റർ അകലം പാലിക്കേണ്ട പരിപാടി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നീട് അത് പോലീസ് നോക്കുകയാണ്. എനിക്ക് അവിടെ നോക്കിയിട്ട് അത്ര അകലമൊന്നും എനിക്ക് മനസ്സിലായില്ല. 3 മീറ്റർ അകലം ഞാൻ പരിപാടി കൊള്ളാം അല്ലേ? പക്ഷേ ഈ ചിത്രം ഒഴിവാക്കിയിരുന്നെങ്കിൽ അല്ല, പരിപാടി നല്ല പരിപാടിയാണ്. അവിടെ തൃത്താലയിലും കൊപ്പത്തും ഒക്കെ ഈ ദേശോത്സവം നടക്കും. അതിൽ നിരവധി ആളുകളൊക്കെ പങ്കെടുക്കുന്നതാണ്. എല്ലാ വിഭാഗത്തിലെ ആളുകളും ഒത്തുചേർന്ന് അവരൊരു ആഘോഷമായിട്ട് നടത്തുന്നതാണ്. അതൊക്കെ കൊള്ളാം. പക്ഷേ എനിക്ക് ഈ ആനകളെ കാണുമ്പോൾ ഒരു ചെറിയ പേടി ഈ അടുത്തായിട്ടുണ്ട്. കാരണം ആനകൾ അവർക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അവർ ഇതെന്താണെന്നൊന്നും അവർക്ക് യാഹിയ സിൻവാറിനെയോ അതുപോലെ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസറുള്ളയോ ഒന്നും ആനകൾക്കറിയില്ല. അതുകൊണ്ട് ആന അങ്ങ് പറഞ്ഞ പോലെ 3 മീറ്റർ അകലമൊക്കെ വിട്ട് നല്ല രീതിയിൽ നിന്നാൽ നല്ലതാണ് അല്ലേ? കാണുന്നുണ്ടോ? നോക്കാം നമുക്ക് അതെന്താണ്, അതിൽ നിയമലംഘനം ഉണ്ടോ എന്ന്. പിന്നെ കോടതി അത് എന്തോ ഒരു ചെറിയ ഇളവ് കൊടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ അല്ല, അത് പിന്നീട് ഈ ആനകളുടെ 3 മീറ്റർ വ്യത്യാസം വേണം എന്നതിലൊരു ഇളവ് കൊടുത്തോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, യെസ്, സന്തോഷം. ഏതായാലും കിരൺ ബാബു വിളിക്കുമ്പോൾ നല്ല ക്ലിയർ ആവുന്നുണ്ടോ? ആണോ? ശരി. ഓക്കെ, കിരൺ ബാബു എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തെയും വിളിക്കണം, എന്നെയും വിളിക്കണം. ഓക്കെ ഓക്കെ. അബ്ദുൾ വാഹിദ് പറയുന്നത് RSS പോലെ വംശീയവാദികളെല്ലാം സ്വന്തം നാടിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണ് എന്നാണ്. ഓക്കെ, ഇന്ത്യ ഇരകളുടെ കൂടെ നിൽക്കും, വേട്ടക്കാരൻ്റെ കൂടെയല്ല എന്ന് ജാഫർ അലി പറയുന്നു. അവനവൻ്റെ അഭിപ്രായം പറയുന്നതിന് പകരം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കരുത് എന്ന് പറയുന്നു. ഓക്കെ, DNA 23 പറയുന്ന ഹവേഴ്സിനെ ഇനി പ്രത്യേകമായി തീവ്രവാദി എന്ന് പറയണോ? നല്ല നമ്മുടെ രാജ്യം അങ്ങനെ ഒരു പട്ടിക പുറത്തിറക്കുന്നുണ്ട്. അതിൽ നമ്മുടെ രാജ്യം പല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന നിരോധിക്കപ്പെട്ട സംഘടനകളുടെ പട്ടിക ഇറക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓർഗനൈസേഷൻസ് ലിസ്റ്റഡ് ഇൻ ദ ഷെഡ്യൂൾ ഓഫ് ദ UN പ്രിവെൻഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ടെററിസം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻസ്. അത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച തീവ്രവാദ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ തീവ്രവാദികൾ എന്ന് കണക്കാക്കുന്ന ആളുകളുടെ കൂടി അല്ലെങ്കിൽ ആ സംഘടനകളെ കൂടി നമ്മൾ തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഏതായാലും പക്ഷേ ഐക്യരാഷ്ട്രസഭയും അങ്ങനെ ഇത് കണക്കാക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകൾക്ക് വേണമെങ്കിൽ തിരുത്താം തെറ്റുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത പ്രേക്ഷകൻ നമുക്ക് ശ്രീ തിലകനാണ്. തിലകൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ കുറേ ആയി ഇപ്പോൾ പൊതുവേദിയിലേക്ക് വിളിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ ശ്രീ തിലകൻ? ഇല്ല, ഞാൻ വിളിക്കാറുണ്ട് സാറേ. കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ സാറിനാണ് കിട്ടാറേ. പക്ഷെ എന്നെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അതെന്താണ് ഈ ആളുകൾക്ക് എന്നെ വിളിക്കുമ്പോൾ കിട്ടാത്തത്? എല്ലാവർക്കും കിരൺ ബാബുവിനെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ട് താൻ അല്ലേ? സാറ് കുറച്ച് തിരക്കിലാണ്, മറ്റു വിഷയങ്ങളിലൂടെ സാറ് പോകുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ്. എന്തായാലും എടുത്ത വിഷയം എന്തായാലും കൊള്ളാം സാറേ. ഞാനേ നമുക്ക് കുറച്ചുമുമ്പ് വിളിച്ച ആഷിക്കില്ലേ, എറണാകുളത്ത് വിളിച്ച ആഷിക്കിനെ പിന്തുണയ്ക്കാം. ആഷിക്ക് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കാം. അതോടൊപ്പം തന്നെ ബൈബിളിൽ ഒരു വാക്യം ഞാൻ ഓർക്കുകയാണ് സാറേ. ബൈബിൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാവാനും സമൃദ്ധമായിട്ട് ജീവൻ ഉണ്ടാകാനുമാണ്. എന്നാൽ അറക്കാനും മുടിക്കാനും അത്ര പിശാച് വരുന്നത് എന്നതെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് യേശുവിന്റെ സ്റ്റേറ്റ്മെന്റാ. ഈ സ്റ്റേറ്റ്മെന്റിനോടനുബന്ധമായിട്ട് ഞാൻ പറയുന്നത് ബൈബിളിൽ വീണ്ടും യേശുവിന്റെ വരവിനെ കുറിച്ച് അനേക പ്രാവശ്യം യേശുവിന്റെ ആദ്യ വരവിനേക്കാൾ കൂടുതൽ പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് പറയുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പറയണത് നമ്മള് തീർച്ചയായിട്ടും ഒരു രാജ്യത്തും ഈ പറഞ്ഞ പോലെ ഇസ്രായേലിനല്ല ഒരു രാജ്യത്ത് ഒരു മനുഷ്യനെ സാറ് പറഞ്ഞ പോലെ വാക്ക് എനിക്ക് ഒരാളെയും കൊല്ലാൻ പാടില്ല. ഈ ആനനെ കൊണ്ടുവരുമ്പോ ആനയൊന്നും ഇടയാൻ വേണ്ടി ആനയുടെ തുമ്പിക്കൈയുടെ ഉള്ളിൽ കൂടി ചെറിയൊരു ഉറുമ്പ് പോയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഒരു പടക്കം പൊട്ടിച്ചപ്പോ തന്നെ ആകെ പ്രശ്നമായി. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഹമാസിനോടോ അല്ലെങ്കിൽ മറ്റൊന്നിനോടല്ല, നമുക്ക് മനുഷ്യജീവനോടാണ് പ്രാധാന്യം. ഇല്ലേ? അപ്പൊ മനുഷ്യജീവൻ എന്നും നിലനിൽക്കണം സാർ. അതോടൊപ്പം തന്നെ സാറിന് ഞാൻ ഒരു കാര്യം കൂടി വെച്ചോട്ടെ, നിങ്ങൾ നിർദ്ദേശം. നമ്മുടെ പൊതുവേദിയിൽ നമ്മളൊരു പ്രേക്ഷക സംഗമം നമ്മളെല്ലാവരും ഒന്ന് കാണുവാനും ഒരു ചായയും പരിപാടിയൊക്കെ കൂട്ടാനും ഒരു പൊതുവേദി ഒരു വലിയ ഹാളിൽ ഒരു ദിവസം നടത്തണമെന്ന് ഒരു ചെറിയ നിർദ്ദേശം നമുക്ക് എല്ലാവരും കാണാനൊക്കെ നമുക്ക് പരിഗണിക്കാം. ഞാനത് ഒരു വലിയൊരു ആശയമായി തന്നെ ഇവിടെ ഉന്നയിക്കുകയും ചെയ്യാം. ഓക്കെ, ജോസഫ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ ജോസഫ് കേൾക്കാമോ? ശ്രീ ജോസഫ് പൊതുവേദിയുടെ
പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ശ്രീ ജോസഫ്. പക്ഷേ കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടില്ല അല്ലേ? ഞാൻ വിളിക്കാഞ്ഞത് ഞാൻ നല്ല അഭിപ്രായം തന്നെ അവര് പറയുമ്പോൾ ഞാൻ ഇടപെടാറുന്നതാണ്. ചർച്ചകൾ പോയിരുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് ആര് പഴച്ചാലും കുറ്റ CPM-നും പിണറായി വിജയനും നമ്മുടെ MP രാജേഷിനാണ് എനിക്ക് മനസ്സിലാവത്തെ. ഒരു CPM-കാരനും ഡിവൈഎഫ്ഐക്കാരനും ഒന്ന കേസ് വാർത്തയാവുന്നില്ല, അത് ആർക്കും വാർത്തയാവുന്നില്ല. ഇവരൊക്കെ മരിക്കണവരാണ് അവരുടെ വിചാരം. CPM-കാരും മരിക്കണവരെന്ന് പറഞ്ഞാണ്. MP രാജേഷ് ഇതിൽ പങ്കൊന്നുമില്ല, അദ്ദേഹത്തെ നമുക്കറിയാലോ, അദ്ദേഹം വേറെ തിരക്കിലൊക്കെ ആയിരിക്കും. ഇത് ആ നാട്ടിലെ വേറെ ചില ചെറുപ്പക്കാർ ചെയ്തതാണ്. അതിപ്പോൾ അങ്ങനെ പോട്ടെ. ഓക്കെ, ഏതായാലും അങ്ങ് വിളിച്ചതിലും കുറേ നാളിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിലും സന്തോഷം. എന്നോട് പ്രദീപ് പറയുന്നത് ഇങ്ങനെ ഒരു യോഗം വെക്കുകയാണെങ്കിൽ എന്നെയും വിളിക്കണം, ഞാനും വരാം അമേരിക്കയിൽ നിന്ന് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ പൊതുവേദി പ്രേക്ഷകരുടെ ഒരു സംഗമം വെച്ചാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും മറ്റ് കേരളത്തിനകത്തും പുറത്തു നിന്നുമൊക്കെയുള്ള ധാരാളം പ്രേക്ഷകർ വരും. നമുക്ക് ഏതായാലും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാം. എല്ലാവരുടെയും അഭിപ്രായം നമുക്ക് അംഗീകരിക്കുകയും ചെയ്യാം. മൂസ കെ പറയുന്നു, സ്വന്തം മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നവരുടെ ഒരു പടം വെച്ചാൽ എന്താ കുഴപ്പം എന്നാണ്. ഒക്കെ മുന്നിൽ നിന്ന് അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഈ മതരാജ്യങ്ങളിലേക്കാളൊക്കെ അപ്പുറത്തേക്ക് എല്ലാ മതത്തിലുള്ള ആളുകളും ഒരുമിച്ച് ഇരിക്കുന്നൊരു രാജ്യമല്ലേ ഏറ്റവും നല്ലത് എന്നെപ്പോഴും ചിന്തിക്കാറുണ്ട്. മഹാത്മാഗാന്ധിജിയും ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ആദ്യം പറഞ്ഞതാണ്, അവർ രണ്ട് മതക്കാരായിരിക്കാം, പക്ഷേ അവർക്ക് രണ്ടുപേർക്ക് നമ്മുടെ ഇന്ത്യയിൽ എത്രയോ മതങ്ങളിൽ എത്രയോ ജാതികളായി ഒക്കെ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന ജാതി സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒറ്റ രാജ്യമായി ഇന്ത്യക്ക് നിൽക്കാൻ കഴിയുന്നത് പോലെ ഇസ്രായേലിനും പാലസ്തീനും ഒക്കെ ഒറ്റ രാജ്യമായി നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എൻ്റെ നിലപാട് സ്വാഭാവികമായും എൻ്റെ രാജ്യത്തിൻ്റെ നിലപാട് തന്നെയാണ്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് നമുക്ക് ജയകുമാർ പറയുന്നു, ഗുഡ് ഈവനിങ് എന്ന് പറയുന്നു. ഓക്കെ, അവർ അതോടൊപ്പം DNA പറയുന്നു, 15 മാസമായി മനുഷ്യരെ തുരങ്കത്തിൽ അടച്ച് പീഡിപ്പിക്കുന്നു, അതാണ് ഹമാസ് എന്ന് DNA പറയുന്നു. ഓക്കെ, ഒട്ടനവധി പ്രേക്ഷകർ പലതര അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ന് സമയം ഇല്ല. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഇങ്ങനെ ഒരു ആരാധന നമുക്ക് വേണോ? ഹമാസ് താരാരാധന നടപടി ശരിയാണോ എന്ന ചോദ്യത്തിന് 19% ആളുകളും അത് അനുകൂലിക്കുന്നു. നമുക്ക് ആ ഹമാസിനെ അവരുടെ നേതാക്കൾ വലിയ താരങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നു. അതേസമയം 81% ആളുകൾ ഇത് ഈ നാട്ടിൽ വേണ്ട എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏതായാലും ഇത് വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്തത്. വളരെ മാന്യമായി ഇതിലേക്ക് ആളുകൾ പ്രതികരിച്ചു. നിരവധി ആളുകൾ എനിക്ക് യൂട്യൂബിലും കമൻ്റ് അയച്ചു. വേറെ ഒരു പ്രേക്ഷകൻ നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അത്തരക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, തുറന്ന സംവാദങ്ങൾ വരട്ടെ. ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്യുകയല്ല, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന ഒരു സഹിഷ്ണുതയാണ് എല്ലാ യുദ്ധങ്ങളുടെയും അവസാനം എന്നാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. യുദ്ധമില്ലാത്ത ഒരു ലോകം സ്വപ്നം കണ്ടുകൊണ്ട് നാളെയും പൊതുവേദി ഉണ്ടാകും. നന്ദി, നമസ്കാരം.